കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മണ്ഡലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് അടുത്ത് തന്നെയാണ്. ഇത്തവണ ആര് ഇവിടെ ജയിക്കും? LDF ജയിക്കുമോ? LDF എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ മന്ത്രിയാണ്, ദേവസ്വം മന്ത്രി VN വാസവനാണ് ഇവിടെ വീണ്ടും മത്സരിക്കുന്നത്. അതോ DCC പ്രസിഡന്റ് കൂടിയായ നാട്ടകം സുരേഷ്? NDA സ്ഥാനാർത്ഥി ജൻസി സ്ഥാനാർത്ഥിയാണ്. ആതിര D നായരാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ഏറ്റുമാനൂരിൻ്റെ ഒരു ഇലക്ഷൻ്റെ പൾസ്? അതറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ മണ്ഡലത്തിൽ വന്നിട്ടുള്ളത്. ഏറ്റുമാനൂർ ആർക്കൊപ്പം നിൽക്കും? നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, ഏറ്റുമാനൂരിന്റെ ഒരു പൾസ് എന്താണെന്ന് ഇവർ തന്നെ പറയട്ടെ. ചേട്ടാ, LDF സ്ഥാനാർത്ഥി ജയിക്കും. എന്തുകൊണ്ടാണ്? മന്ത്രി, കാരണം 5 വർഷമായിട്ട് ഒരു MLAയും ആദ്യമായിട്ട് മന്ത്രിയും കിട്ടുന്ന ഈ ഏറ്റുമാനൂർക്ക് വേണ്ടി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. വാസവൻ സാറാണ്, ചേട്ടനാണ് ജയിക്കേണ്ടത്. എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും എപ്പോൾ വിളിച്ചാലും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു മന്ത്രിയാണ്. ഇവിടെ എല്ലാവരും വാസവൻ ചേട്ടനാണ്. വാസവൻ സാറെന്ന് വിളിക്കുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല, വാസവൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന പുള്ളിക്ക് ഇഷ്ടം. വികസന പ്രവർത്തനങ്ങളൊക്കെ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. എന്ത് കാര്യത്തിനും ഒരു അപകടം ഉണ്ടായാലും ആക്സിഡന്റ് ഉണ്ടായാലും എന്ത് കാര്യത്തിനും, ഒരു കല്യാണം വെച്ച് എന്ത് കാര്യത്തിനാണെങ്കിലും ഓടിയെത്തുന്ന ഒരു മന്ത്രിയാണ്. മറിച്ചൊരു അഭിപ്രായം ഉണ്ടോ ആർക്കെങ്കിലും? എല്ലാവരും ഒരുപോലെ തന്നെ. എല്ലാവരും ഒരുപോലെ തന്നെ. ചേട്ടന്റെ ഒരു അഭിപ്രായം എന്താ ചേട്ടാ? അങ്ങനെ തന്നെ. തീർത്ത് പറയാൻ പറ്റിയല്ല. മണ്ഡലത്തിന്റെ ഒരു പുരോഗമനവും വികസനവും ഒക്കെ എങ്ങനെയുണ്ട്? ഈ മണ്ഡലത്തിലുള്ള ആളല്ല എങ്കിൽ തന്നെയും വാദവൻ ജയിക്കും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. ചില വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ, ശബരിമല പോലുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഈ മണ്ഡലത്തിലുള്ളവർ അതിനെ? ശബരിമല പറഞ്ഞ് അത് വേറൊന്നും വികസനത്തെ പറ്റി വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ചിലർ ഇളക്കി വിടുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ശബരിമല മാത്രമല്ലെന്ന് ജനങ്ങളുടെ വിഷയം, അത് പകുതിയും നുണയാണ് പറയുന്നതെന്നും ബോധമുള്ള ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. 40 വർഷത്തിന് ശേഷം കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. മണ്ഡലം പിടിക്കുമെന്ന് തന്നെയല്ല, വൻ ഭൂരിപക്ഷം. ഞങ്ങളുടെ പ്രതീക്ഷ 15,000 വോട്ടാണ്. 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് നാട്ടകം സുരേഷ് ജയിക്കുന്നതാണ് ചേട്ടൻ പറഞ്ഞത്. ചേട്ടൻ എന്താ പറയുന്നത്? വാസവൻ ചേട്ടൻ ജയിക്കും. വാസവൻ ചേട്ടൻ ജയിക്കുന്നതാണ് ചേട്ടൻ പറയുന്നത്. ഒരു ജനപ്രതിനിധിയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ ആ ആവശ്യത്തെ അതെല്ലാം സാക്ഷാത്കരിക്കാനായിട്ട് ഏറ്റുമാനൂർ മണ്ഡലത്തിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടുള്ള 5 വർഷമാണ് കടന്നു പോയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എണ്ണി പറയാനായിട്ട് ഇപ്പം നേരം കിട്ടത്തൊന്നുമില്ല. അതിന് മാത്രമേ നോക്കേണ്ടതെല്ലാം വാസവൻ ചേട്ടൻ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കാണുന്നുള്ളൂ. ചേച്ചി എന്താ പറയുന്നത്? ഞാൻ ഞങ്ങളുടെ NDA സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ അത് ചോദിക്കാൻ വരായിരുന്നു. ജൻസിയും കൂടെയാണ്. ജൻസിയും കൂടെയാണ്. ആതിര D നായരെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടും കഴിവുള്ള ഒരു കുട്ടിയാണ്. ഇപ്പം 60-70 വർഷത്തോളം MLA ആയിട്ട് ഇരുന്നിട്ടുള്ള സ്ഥാനാർത്ഥികളെ, ഇപ്പോഴത്തെ MLA-യെക്കാട്ടിലും അതുപോലെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെക്കാട്ടിലും എന്തുകൊണ്ടും വളരെ മിടുക്കിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള പ്രാപ്തിയായ MLA ആയിട്ട് ഇവിടെ ജയിച്ചാൽ ജനങ്ങളുടെ ക്ഷേമത്തിനും അതുപോലെ തന്നെ സമഗ്ര വികസനത്തിനും മുൻപന്തിയിൽ ഉണ്ടായിരിക്കുമെന്നും അവൾ ഏറ്റവും നല്ല മിടുക്കി കുട്ടിയാണെന്നും നമ്മൾ ആൾക്കാരെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഇല്ലാതിരിക്കുന്ന റോഡുണ്ട്, വികസനം ഉണ്ടെന്നൊക്കെ പറയുന്നു. അതും വളരെ തുച്ഛമായിട്ട് വളരെ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ റോഡുകളെല്ലാം തകർന്നു കിടക്കുന്നു. അതുപോലെ തന്നെ 24 മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കണമെന്നുള്ള അമൃത് 2 പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി ഇപ്പോഴും നടപ്പിലാക്കാതെ പല സ്ഥലങ്ങളിലും നടപ്പിലാക്കാതെ ഇരിക്കുന്നു. അപ്പം അതിന് മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും വിഹിതം വെക്കേണ്ടത് വെക്കാതെ അത് ജനങ്ങളെ ദുരിതത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ പെൺകുട്ടി വന്നാൽ ഉറപ്പായിട്ടും ആതിര D നായർക്കാണ് വോട്ട് ചെയ്യുക. ആതിര D നായർ വികസനം കൊണ്ടുവന്നിരിക്കും ഉറപ്പായിട്ടും. എങ്ങനെയുണ്ട് ഇത്തവണ? വളരെ ഞങ്ങളുടെ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. ആതിര D നായരാണ്. നല്ല മിടുക്കിയാണ്. നല്ല രീതിയിൽ ഒരു കയറി വരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസം. ലഹരി വിപ്ലവത്തിന്റെ പിതാവ് വാസവൻ സാറാണോ പിണറായി സാറാണോ എന്നുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ വികസനം അല്ല നടക്കുന്നത്. വികസനത്തിന് ലഹരി പിടിച്ചിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നാട്ടകം സുരേഷ് തന്നെ ജയിക്കണം. വാസവൻ ചേട്ടനെ കുറിച്ച് ഒരു അഭിപ്രായമുണ്ട്. എന്ത് ആപത്ത് നടന്നാലും റെസ്ക്യൂ ടീം എത്തുന്നതിന് മുമ്പ് തന്നെ എത്തുന്ന ഒരാളെന്നുള്ള രീതിയിൽ അത് വളരെ വാസമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ പേരുകാവിലൊരു വിവാദം ഉണ്ടായി. ഞങ്ങൾ ഏറ്റുമാനൂക്കാർ അറിയുന്നതിന് മുമ്പ് അവിടെ വാസവൻ ചേട്ടൻ വരികയും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതുപോലെ 40 വർഷമായിട്ട് മുടങ്ങിക്കിടന്ന ബൈപ്പാസിന്റെ നിർമ്മാണമാണ്. 40 വർഷം. ഈ ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോയ പോലെ തന്നെ ഈ ഏറ്റുമാനൂർ അമ്പലത്തിലെ 7.5 പൊന്നാനെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിച്ചപ്പോഴത്തേനും ഞങ്ങൾ ഇവിടുത്തെ വിശ്വാസികളായ ആൾക്കാർ ഇവിടെ നിന്ന് കൂടിയില്ലായിരുന്നെങ്കിൽ ഈ ശബരിമലയിലെ സ്വർണം കട്ട പോലെ ഈ 7.5 പൊന്നാനെ ഇവിടുന്ന് അവര് നാട് കടത്തിയാണ്. ഉമ്മൻചാണ്ടി ആണെന്നു പുതുപ്പള്ളി മണ്ഡലത്തിന്റെ പ്രതിനിധി. അദ്ദേഹം അയർക്കുന്നത്തുനിന്ന് ഇങ്ങോട്ടൊരു കമ്പനിക്കടവ് പാലത്തിന് വേണ്ടിയിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വെച്ചു. പക്ഷേ ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയി.
13 വർഷം മുടങ്ങിക്കിടന്നിരുന്ന ആ കമ്പനി പടവ് കാലത്തിന് ഇപ്പൊ ജീവൻ വെച്ചു. കാര്യങ്ങൾ നടത്തിയെടുത്തതാണ് ഈ കഴിഞ്ഞ 10 വർഷം. അത് കേരളത്തിന്റെ സമൂലമായ വികസനത്തിന് അടിത്തറ പാകിയിട്ടുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം MLA ആയിട്ട് വാസവൻ സാർ നിൽക്കുമ്പോൾ അന്നത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന 10 45 പ്രകടന പത്രിക ഉണ്ടായിരുന്ന എത്ര കാര്യങ്ങൾ നടത്തിയെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ. ഇല്ല അതിനകത്ത് 3 4 കാര്യങ്ങളെ ഓരോരുത്തരായിട്ട് ഏറ്റുമാനൂർ മണ്ഡലത്തിലെ ഇതാണ് അവസ്ഥ. അതായത് എല്ലാ വിഭാഗത്തിലുള്ളവരും കൃത്യമായിട്ട് അവരുടെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് പറയുന്നു. ഇത് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഓളം എന്ന് പറയുന്നത് അല്ലെ. ഞാൻ ഇവിടുന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക്. അപ്പൊ ശരി, ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.